ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട സപ്ലൈകോ ഔട്ട്ലെറ്റായ ഗാന്ധിനഗർ സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ്. പനമ്പള്ളി ഗാന്ധിനഗർ സപ്ലൈകോ ഔട്ട്ലെറ്റ്. ഇവിടെ ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കറിയാം 10 മണി സപ്ലൈകോ തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഞെട്ടലിൽ നിന്ന് നമ്മോടൊപ്പം ഈ ഉപഭോക്താക്കളും ആ ഒരു ഞെട്ടലിലേക്ക് എത്തുന്നതേ ഉള്ളൂ. 10 മണിയായി തുടങ്ങിയപ്പോൾ സാധനങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ വളരെ ചുരുക്കം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ 1-2 പേരെത്തി. ഒരാളെത്തി, സബ്സിഡി അരിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം എത്തിയത്. പക്ഷേ അദ്ദേഹം അതില്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോയി. ഇപ്പോൾ മറ്റൊരാളിവിടെ സാധനം മേടിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, സാധനങ്ങളുടെ വിലക്കയറ്റത്തിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നോ? വില കൂടിയെന്ന് പറയാനുണ്ട്. എന്തൊക്കെയാണ് മേടിച്ചേ? ഇപ്പോൾ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അതിനൊന്നും സബ്സിഡി. പയർ മേടിച്ചല്ലേ? പയർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും സബ്സിഡി ഇല്ലെന്ന് പറയണം. ആണ്. ബുദ്ധിമുട്ടാണോ? വേറെ എന്തൊക്കെയാണ് മേടിച്ചേ? വേറെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത്. അരി, വെളിച്ചെണ്ണ, പിന്നെ പരിപ്പും. ആ 3 കൂടി. സാധനങ്ങൾ മേടിക്കാൻ ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും ഈ 13 ഇനങ്ങൾക്കൊക്കെ വില കൂടിയതിൽ വലിയ ആഘാതത്തിൽ തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും. ഇപ്പോൾ ഇവിടെ എത്തിയൊരു സബ്സിഡി അരിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ മടങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ചെറുപയറിന് 10 രൂപയാണ് കൂടിയത്. ഉഴുന്നിന് 26 രൂപയും. ഇപ്പോൾ അതൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ അതിൻ്റേതായ സങ്കടത്തിലാണ് കടന്നു പോകുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സപ്ലൈകോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരും ബുദ്ധിമുട്ടുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ എത്തിയ ആകപ്പാടെ ചുരുക്കം ഉപഭോക്താക്കളിൽ കൂടുതൽ പേരും നിരാശരായി തന്നെയാണ് മടങ്ങുന്നത്. ഇപ്പോൾ ഒരാൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അദ്ദേഹം ചെറുപയറാണ് മേടിച്ചത്. ചേട്ടാ, ചെറുപയർ 7 രൂപ കൂടിയായിരുന്നു, അറിഞ്ഞായിരുന്നോ? അതിപ്പോൾ ഇതിൽ വില കൂടിയിട്ടുണ്ട്. സബ്സിഡിയിലൊന്നും. ദൂരപ്പരിപ്പിന് 112 രൂപയായി. വില കൂടിയൊക്കെയാണ്. ഭയങ്കര ഇതായിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? ഭയങ്കര കഷ്ടപ്പാടാണ്. സ്ഥിരമായിട്ട് മേടിക്കാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് വന്ന് മേടിക്കാറ്. രാവിലെ തുറന്നപ്പോൾ തന്നെ എത്തി. ഷോക്കായോ വിലക്കയറ്റം? വിലക്കയറ്റം ഭയങ്കര ഇതായി. ഭയങ്കര ബുദ്ധിമുട്ടാണ് വിലക്കയറ്റം. എന്തായാലും സാധാരണക്കാരെയാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത്. കൊച്ചിയിലും സ്ഥിതി മോശമല്ല. ഇവിടെ എത്തുന്ന ഓരോരുത്തരും നിരാശരായി തന്നെയാണ് മടങ്ങുന്നത്. ആര്യ, ശരി, കൊച്ചിയിലെ കാര്യങ്ങളാണ് ആദിത്യൻ പറഞ്ഞത്. പറഞ്ഞതുപോലെ 10 മണിക്ക് കട തുറന്നതേ ഉള്ളൂ, ആളുകൾ വരുന്നതേ ഉള്ളൂ, ഈ വാർത്തയ്ക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇനി കോഴിക്കോടേക്കാണ്. KV രാഹുലാണ് നമുക്കൊപ്പം ഉള്ളത്. കോഴിക്കോട് നിന്ന് രാഹുൽ, കോഴിക്കോട് എവിടെയാണുള്ളത്? അവിടെ ആളുകളുണ്ടോ? കാര്യം നമ്മൾ കോഴിക്കോട് നഗരത്തിൽ മാവൂർ റോഡിലുള്ള ഔട്ട്ലെറ്റിലാണ് ഉള്ളത്. പലതവണ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. അതായത് സാധനങ്ങൾ എത്തുന്നില്ല, സ്റ്റോക്കില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലും പരിതാപകരമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നതാണ് ഇവിടുത്തെ വസ്തുത. കാരണം 13 സാധനങ്ങൾക്ക് സബ്സിഡി നൽകുന്നു എന്ന് പറയുന്നു. അതിൽ ഒരു സാധനം മാത്രമാണ് നിലവിൽ ഈ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് ഉള്ളത് എന്നതാണ്. അതായത് ഇവിടെ ആകെ സബ്സിഡിയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയുടെ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇവിടെ ആകെ ഉള്ളത്. ബാക്കി 12 സാധനങ്ങളും സ്റ്റോക്കില്ല എന്നതാണ്. ഇത് നമുക്ക് ഈ റാക്കുകളിലേക്കൊക്കെ പോയാൽ അത് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. കാരണം സാധനങ്ങൾ വരികയാണെങ്കിൽ നിറഞ്ഞു നിൽക്കേണ്ട റാക്കുകളാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ സബ്സിഡിയിൽ ഉൾപ്പെടാത്ത സാധനങ്ങളാണ് എന്നതാണ്. അതായത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, 13 സാധനങ്ങൾക്ക് സബ്സിഡി നൽകുന്നതാണ്. അതിൽ 12 സാധനങ്ങൾ സ്റ്റോക്കില്ല. ആകെ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ എന്നതാണ്. സമയം 10 മണിയായപ്പോൾ തന്നെ ഔട്ട്ലെറ്റ് തുറന്നിട്ടുണ്ട്. ആകെ ഒരാൾ മാത്രമാണ് സാധനം വാങ്ങാൻ വേണ്ടി വന്നത്. സബ്സിഡിയിൽ ഉൾപ്പെടുന്ന പയർ ഉൾപ്പെടെ സാധനങ്ങൾ വാങ്ങുക അതിനുവേണ്ടിയാണ് വന്നത്. പക്ഷേ അതൊന്നും കിട്ടിയില്ല, തിരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്നൊന്ന് ചോദിച്ചിരുന്നു, പക്ഷേ നിലവിൽ സമയമില്ല, വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ആളിവിടുന്ന് പോയിട്ടുണ്ട്. ഈ റാക്കുകളൊക്കെ കാലിയാണ്. ഏതായാലും വളരെ പരിതാപകരമായ അവസ്ഥയാണ്. മാസങ്ങളായി ഇത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് ആളുകൾ എത്തിച്ചേരുന്നതും വളരെ കുറവായിട്ടുണ്ട് എന്ന് സപ്ലൈകോയിലെ ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നൊരു കാര്യം കൂടിയാണ്. ജീവനക്കാർക്ക് കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല നിലവിൽ സപ്ലൈകോയെ വെച്ച് നോക്കുമ്പോൾ എന്നൊരു സ്ഥിതിയാണ്. ഇപ്പോൾ വിലക്കയറ്റം കൂടി വരുന്നു. ഒന്നാമതേ സാധനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. പുറത്തെ മാർക്കറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇനിയിപ്പോൾ അതിനൊപ്പം 35% വില, അത് 70% സബ്സിഡി കിട്ടിയിരുന്നത് 35% വെട്ടി ചുരുക്കുകയോടെ ചെയ്യുന്നതോടെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി ആ കാലിയായ റാക്കുകളാണ് മാവൂർ റോഡിലെ ഔട്ട്ലെറ്റിൽ. ജനങ്ങളുടെ പ്രതികരണം എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആരും ഒരാളാണ് ആകെ വന്നത്. സംസാരിക്കാൻ താല്പര്യമില്ല എന്ന്